Ideas ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒബ്സർവ് ദ ടൈം ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം 31 to 35. നോക്കിയേക്കാം. മോർണിംഗ് 8 മീറ്റ് ബൈ ദ റിവർ ബാങ്ക്. രാവിലെ 8 മണിക്ക് പുഴക്കരയിൽ കണ്ടുമുട്ടും. 8:30 ദേ കളക്ട് ദ ഷെൽസ് ഫ്രം റിവർ ബാങ്ക് ടുഗദർ വിത്ത് രവി ആൻഡ് മജീദ്. എന്നിട്ട് 8:30 മണിക്ക് അവർ എന്ത് ചെയ്തു, രവിയുടെയും മജീദിനെയും കൂടെ ഷെൽസ് കളക്ട് ചെയ്തു പുഴക്കരയിൽ നിന്നും. 9 o'clock എവറി വൺ ഗോസ് ടു ബാത്ത് ഇൻ ദ റിവർ. 9 മണിക്ക് എല്ലാവരും റിവറിൽ കുളിക്കാൻ പോയി. 10 o'clock ആഫ്റ്റർ ബാത്തിങ് ദേ ഗെറ്റ്സ് അഷോർ. കുളിച്ചിട്ട് തിരിച്ച് കയറി. 10:30 ഗോ ടു ദ നിയർ ബൈ ഷോപ്പ് ആൻഡ് ഹാവ് ടീ ആൻഡ് ബിസ്ക്കറ്റ്. അവർ അടുത്തുള്ള ഷോപ്പിൽ പോയി ടീയും ബിസ്ക്കറ്റും കഴിച്ചു. 11 o'clock എവറി വൺ റിട്ടേൺസ് ഹോം. 11 മണിക്ക് എല്ലാവരും തിരിച്ച് വിട്ടു. ഇതാണ് വേർ ഡിഡ് ദ ഫ്രണ്ട്സ് ഗ്യാദർ ടു ടേക്ക് ബാത്ത്. എവിടെയാണ് ഫ്രണ്ട്സ് കുളിക്കാൻ വേണ്ടി പോയത്? A friend of the school, by the river bank, on the beach, on the playground. Yes, option number B, by the river bank. പുഴക്കരയിൽ അവർ പോയത്, കടൽക്കരയിലൊന്നുമല്ല. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഡു ബിഫോർ ദേ സ്റ്റാർട്ടഡ് ബാത്തിങ്. കുളിക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു? എവരി വൺ ഗോസ് ടു ബാത്ത് ഇൻ ദ റിവർ. അതിന് തൊട്ട് മുമ്പേ ദേ കളക്ട് ദ ഷെൽസ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? Had tea, went to play in garden, collected shells, observed the birds. Yes, option number C, collected shells ആണ് right answer. Next question, what did they do at 9 o'clock? അവർ 9 മണിക്ക് എന്താ ചെയ്തേ? Yes, traveled by boat, collected shells, had tea, went to bath in the river. 9 o'clock എന്ത് ചെയ്തു? Everyone goes to bath in the river ആണ് right answer. Yes, option number D. നെക്സ്റ്റ്, വെൻ ഡിഡ് ദ ഫ്രണ്ട്സ് റിട്ടേൺ ഹോം ആഫ്റ്റർ ബാത്തിങ്. ഫ്രണ്ട്സ് എപ്പോഴാണ് കുളിച്ചിട്ട് തിരിച്ചു പോയത്? ടൈം എവരി വൺ റിട്ടേൺസ് ഹോം 11 o'clock. ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ ഫ്രണ്ട്സ് ഗോ ടു ഹാവ് ടീ. എവിടത്തേക്കാണ് ഫ്രണ്ട്സ് ചായ കുടിക്കാൻ പോകുന്നത്? കൊണ്ട് നോക്കാം നമുക്ക്. യെസ്, 10:30 ഗോ ടു നിയർ ബൈ ഷോപ്പ് അല്ലേ, ടു ഹാവ് ടീ ആൻഡ് ബിസ്ക്കറ്റ്സ്. സോ ആൻസർ അറ്റ് ഹോം, ഇൻ ദ നിയർ ബൈ ഷോപ്പ്, ഇൻ ദ ബോട്ട്, ഇൻ ദ ഗാർഡൻ. സോ ഓപ്ഷൻ നമ്പർ ബി ഇസ് ദ റൈറ്റ് ആൻസർ, ഇൻ ദ നിയർ ബൈ ഷോപ്പ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് 36 to 40. ഇത് വായിച്ചിട്ട് 36 to 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ ക്രോ. പണ്ടൊരു കാക്കയുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഇൻ്റലിജൻറ്റ്. അവൻ നല്ല സൂത്രക്കാരനായിരുന്നു. വൺ ഡേ വൈൽ ദ ക്രോ വാസ് റോമിങ് അറൗണ്ട്. ഒരു ദിവസം ആ കാക്ക ഇങ്ങനെ പാറിപ്പോകുമ്പോൾ ദ ക്രോ ഫെൽറ്റ് വെരി തേഴ്സ്റ്റി. കാക്കക്ക് ഭയങ്കര തേഴ്സ്റ്റി, ദാഹം വന്നു. ഇറ്റ് വാണ്ടഡ് എവ്രിവെയർ ടു വാട്ടർ, ഫോർ വാട്ടർ. അതെല്ലായിടത്തും വെള്ളത്തിനായി സഞ്ചരിച്ചു. So finally it saw a pitcher placed in the yard of a house. അപ്പോഴാണ് അവനൊരു പാത്രം കണ്ടതല്ലേ, ഒരു വീടിൻ്റെ മുറ്റത്ത്. യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റത്ത്. There was some water in the bottom of the pitcher. അതിൻ്റെ താഴെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. But the water in the pitcher was too low for it to drink. അത് പക്ഷേ കക്കക്ക് കൊക്കിട്ട് കുടിക്കാൻ പറ്റുന്നത്ര ആഴത്തിലായിരുന്നില്ല. With his pointed beak, അല്ലേ, ആ കൊക്കൊണ്ട് കുടിക്കാൻ പറ്റൂല. ഇറ്റ് ഗോട്ട് ആൻ ഐഡിയ ആൻഡ് സ്റ്റാർട്ടഡ് പുട്ടിങ് സ്റ്റോൺസ് ഇൻ ടു ദ പോട്ട്. അപ്പോഴാണ് കാക്കക്കൊരു സൂത്രം തോന്നിയത്. കാക്ക എന്ത് ചെയ്തു? കുറച്ച് കല്ലെടുത്തിട്ട് ഈ പോട്ടിലേക്ക് ഇട്ടു. വെൻ ദ സ്റ്റോൺ ഫെൽ ഇൻ ടു ദ പിക്ചർ ദ വാട്ടർ ലെവൽ ഇൻ ദ പിക്ചർ ഇൻക്രീസ്ഡ് എ ലിറ്റിൽ. അപ്പോൾ കുറേ കല്ലിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പിക്ചറിൻ്റെ വാട്ടർ ലെവല് കൂടാൻ തുടങ്ങി. സോ ദ മുകളിലോട്ടേക്ക് പൊങ്ങി. സോ ദ ക്രോ കെപ്റ്റ് ത്രോയിങ് സ്റ്റോൺസ് എഗെയിൻ ആൻഡ് എഗെയിൻ ആസ് ദ വാട്ടർ റോസ്. അങ്ങനെ കാക്ക പിന്നെയും കല്ലിട്ടുകൊണ്ട് നിന്നപ്പോൾ വെള്ളം നല്ലോണം പൊങ്ങി. അറ്റ് ലാസ്റ്റ് ഹി ഹാഡ് ഇനഫ് ടു ഡ്രിങ്ക് ആൻഡ് ഡ്രാങ്ക് ആസ് മച്ച് ആസ് വാട്ടർ ഹി വാണ്ടഡ്. അങ്ങനെ കാക്കക്ക് പറ്റുന്ന അത്ര കല്ലിട്ട് അവസാനം എന്ത് ചെയ്തു? അവന് വെള്ളം പൊങ്ങി വന്നപ്പോൾ വേണ്ടുന്നത്ര വെള്ളം കുടിച്ചിട്ട് അവനവിടെ ഇരുന്നു. സോ ക്വസ്റ്റ്യൻ ഇതാണ്, once upon a time there was a ആരുണ്ടായിരുന്നു? crow, cow, dog, cat. So option number A, crow is the correct answer. What did the crow feel while roaming? Crow felt very thirsty. Yes, option number happiness
എസ് എ ഹാപ്പിനെസ്, ബി ഡിസ്ട്രെസ്, സി തേഴ്സ്റ്റ്, ഡി ഹങ്കർ. ഏതാ റൈറ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ഇറ്റ് സീ ഇൻ ദ യാർഡ് ഓഫ് എ ഹൗസ്? എന്താ കണ്ടത്? ലിറ്റിൽ വാട്ടർ ഇൻ ദ പിക്ചർ, റൈസ് ഗ്രെയിൻസ്, ഫുഡ് ഗ്രെയിൻസ്, വെജിറ്റബിൾസ്. യെസ്, ഓപ്ഷൻ നമ്പർ എ, ലിറ്റിൽ വാട്ടർ ഇൻ ദ പിക്ചർ. നെക്സ്റ്റ്. വാട്ട് ഡിഡ് ഇറ്റ് പുട്ട് ഇൻ ടു ദ പിക്ചർ? എന്താ അതിലേക്ക് ഇട്ടത്? പിക്ചറിലേക്ക് സ്റ്റോണ്, പേപ്പർ, പെന്ന്, സോയില്. യെസ്, ഓപ്ഷൻ നമ്പർ എ, സ്റ്റോൺ ഈസ് ദ റൈറ്റ് ആൻസർ. Next question. What happened to the water level when the stone was put into the picture? Water level എന്ത് സംഭവിച്ചു? കുറഞ്ഞോ കൂടിയോ നോക്കാം. ഇൻക്രീസ്ഡ്, ഡിക്രീസ്ഡ്, കൂടി വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു, വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്ത് കുറഞ്ഞു. നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചില്ല. ഫ്ലോഡ് ഔട്ട്, പുറത്തേക്ക് ഒഴുകി. നമുക്ക് നോക്കാം. യെസ്, പിക്ചർ ഇൻക്രീസ്ഡ് എ ലിറ്റിൽ അല്ലേ? വാട്ടർ ലെവലിൻ്റെ പിക്ചർ ഇൻക്രീസ്ഡ് എ ലിറ്റിൽ എന്നുള്ളതാണ്. ഇൻക്രീസ്ഡ് എ ലിറ്റിൽ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ നമ്പർ എ, ഇൻക്രീസ്ഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.